ഇന്ന് രാവിലെ ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അതിനുശേഷം അവരെ തിരിച്ച് തള്ളി അതിനുള്ള ഒരു അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇത് രോഗികൾ ഓടിച്ചുകൊണ്ടിരിക്കുക. അത് തീർച്ചയല്ലേ. ഇവിടെ 3-ാം വാർഡിൽ നിന്ന് ഇന്ന് രാവിലെ 3-ാം വാർഡിൽ വന്ന് യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ വന്ന് ട്രിപ്പ് ഇട്ട് സ്കാനിങ്ങിന് അപ്പുറത്ത് പോയി തിരിച്ചു വന്ന ഒരു പേഷ്യന്റിനെ ഇപ്പോൾ ഉള്ളോട്ട് കയറ്റിയില്ല. ഇത് ഞങ്ങൾ വെറുതെ പറയുന്നല്ലോ. ആ ചേച്ചി നിങ്ങളോട് പറഞ്ഞല്ലോ. ഇപ്പൊ അവരിത് പറയുമ്പോൾ കുറച്ച് ആളുകൾ ചേർന്ന് അവരെ ഇവിടെയല്ല അപ്പുറത്തെ ബ്ലോക്കിൽ പോകണം, 17-ാം ബ്ലോക്കിൽ പോകണം എന്ന് പറഞ്ഞ ആളുകളെ മാറ്റാണ്. ഒരു ഉത്തരവാദിത്തത്തിന്റെ അങ്ങേയറ്റത്തെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള പെരുമാറ്റത്തോടെ നടക്കുക. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറേ ആളുകളും. നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം ഇവിടെ നടക്കണ്ടേ? അന്വേഷണം നടത്തിയ ആളുകളെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് വീണ്ടും വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണ്ടേ? അതൊന്നും ഇല്ലെന്നിരിക്കെ പിന്നെ എന്തിനാണ് ഈ ജനങ്ങളെ അവരുടെ ജീവൻ വെച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇപ്പം വീണ്ടും പുകയേറുന്ന സാഹചര്യം വരിക. ആരാ ഇതിനൊക്കെ മറുപടി പറയേണ്ടത്? മറുപടി പറയേണ്ട ആളുകളിൽ നിന്ന് ഒളിച്ചോടുന്നു, നിങ്ങളെ കബളിപ്പിക്കുന്നു, പൊതുസമൂഹത്തെ കബളിപ്പിക്കുന്നു. ബഷീർ, ഇപ്പോൾ അഭിജിത്ത് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അവിടെ എത്തിയിട്ടുണ്ട്. അവർ ഉയർത്തുന്നതും വലിയ വിഷയം തന്നെയാണ്. കാരണം ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുകയാണെന്ന് നമ്മളും ചോദിച്ചു പോവുകയാണ്. ആ രോഗികൾ, അവിടെ നിന്ന് ഇറങ്ങി ഓടിയ രോഗികളും അത് തന്നെയാണ് പറയുന്നത്. കാരണം 6-ാം നിലയായാലും 4-ാം നിലയായാലും 3-ാം നിലയായാലും ശരി, ഇപ്പോഴും പ്രശ്നം അവിടെ ഉണ്ട് എന്ന് വ്യക്തമാണ്. ഈ പരിശോധനകൾ നടത്തി കുഴപ്പമില്ല എന്ന് കണ്ടെത്തിയിട്ട് വേണമല്ലോ രോഗികളെ അങ്ങോട്ട് മാറ്റാൻ. പകരം രോഗികളെ ധൃതിപ്പെട്ട് ഇങ്ങോട്ട് മാറ്റുകയാണ്. എന്നിട്ട് എന്തൊക്കെയോ പരിശോധനകൾ നടത്തുകയാണ്. അതിനിടയിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു, വീണ്ടും പുകയുയരുന്നു, രോഗികൾ ആശങ്കയിലാകുന്നു, അവർ വീണ്ടും ഓടി നടക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. തീർച്ചയായും ഇവിടെ പൂർണ്ണമായിട്ട് പ്രശ്നം പരിഹരിക്കാത്ത പശ്ചാത്തലത്തിൽ വീണ്ടും രോഗികളെ മാറ്റി എന്നുള്ളതാണ് ഈ രോഗികളുടെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൂർണ്ണമായിട്ടും ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കാതെ തന്നെ അവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നു. ആ ഒരു ഘട്ടത്തിൽ പുക ഉയർന്നതോടുകൂടി വീണ്ടും അവരെ മറ്റു കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ട ഇടയുണ്ടാകുന്നു. പേടിച്ചിറങ്ങി ഓടി എന്നുള്ളതാണ് നേരത്തെ രോഗികളായിട്ടുള്ള ആ ചേട്ടനൊക്കെ തന്നെ നമ്മളോട് പ്രതികരിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് നേതാക്കൾ അഭിജിത്തിനെയൊക്കെ തന്നെ കാണാൻ സാധിക്കും. രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ മേഖലയിൽ നിർമ്മാണ അപാകത നിലനിൽക്കുന്നുണ്ട്, കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതിവിടെയുള്ള പ്രശ്നങ്ങളല്ല, മറിച്ച് ഒരു പരിശോധന നടക്കുമ്പോൾ കേവലമായിട്ട് ഉയർന്നൊരു പുക മാത്രം അതിനെ തള്ളിക്കളയാനാണ് ആശുപത്രി അധികൃതർ ശ്രമിച്ചത് എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ശ്രമം അഭിജിത്തിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നുണ്ട്. അതിനുള്ളിൽ പോയി പരിശോധിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അല്ലാത്ത പക്ഷം തള്ളിക്കയറി കൊണ്ട് തന്നെ പരിശോധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിന് തൊട്ടു പിന്നാലെ അത് ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടായ ഒരു പ്രശ്നം മാത്രമാണ്. മറ്റു കാരണങ്ങളൊന്നും തന്നെ അതിനില്ല എന്ന ആശുപത്രി അധികൃതർ ന്യായീകരിക്കുന്നതിനിടയിലാണ് സമാനമായിട്ടുള്ള സംഭവം വീണ്ടും ഇവിടെ ആവർത്തിച്ചത് എന്നുള്ളതാണ്. തൊട്ടപ്പുറത്ത് ഉൾപ്പെടെ രോഗികൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇവിടെ വീണ്ടും പുകയുയർന്നത്. ഭയപ്പാടോടുകൂടി രോഗികൾ പുറത്തേക്ക് ഇറങ്ങിയോടുന്നത് കണ്ടതാണ്. വലിയ കെട്ടിടമാണ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണെന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ഞങ്ങളെ സംബന്ധിച്ച് എന്ത് സുരക്ഷയാണുള്ളതെന്ന ചോദ്യം അവർ നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ടും അത്രയധികം വിഷയം ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 30ഓളം ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു എന്നുള്ളത് നേരത്തെ സന്നദ്ധ പ്രവർത്തകർ തന്നെ നമ്മളോട് വ്യക്തമാക്കിയതാണ്.